ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇന്ന് ഒട്ടനവധി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എസ്പെഷ്യലി റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, സ്റ്റോക്ക് മാർക്കറ്റിലും അതേപോലെ തന്നെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലുമുള്ള നിക്ഷേപം. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടനവധി NFOയും സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള IPOസും ഇനീഷ്യൽ പബ്ലിക് ഓഫറും അവൈലബിൾ ആണ്. പ്രസൻ്റ്ലി നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈക്കോളജി പരിശോധിച്ചാൽ ഗ്രീഡ് എന്ന് പറയുന്ന ഫീലിംഗ് ഒട്ടുമിക്കവാറും ഇൻവെസ്റ്റേഴ്സിനെ ബാധിച്ചിരിക്കുന്നു. കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ടുകളുടെ വളരെ റിസ്കി ആയിട്ടുള്ള സെക്ടർ സ്പെസിഫിക് ഫണ്ടുകളിലും അതേപോലെ തന്നെ കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന IPOകളിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇടിവ് സംഭവിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ നടത്തുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടുകളുടെ NFOകളിലും കമ്പനികളുടെ IPOകളിലും നിക്ഷേപം നടത്തുന്ന ഇൻവെസ്റ്റേഴ്സ് അവരുടെ റിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൂടി പരിശോധിച്ചതിന് ശേഷം മാത്രം നിക്ഷേപങ്ങൾ നടത്തുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ICICI Prudential മ്യൂച്വൽ ഫണ്ട് ലോഞ്ച് ചെയ്ത 2 ഫണ്ടുകളെ കുറിച്ചാണ്. ICICI Prudential Nifty 200 വാല്യൂ 30 ETF, ഇതൊരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. ICICI Prudential Nifty 200 വാല്യൂ ഇൻഡെക്സ് ഫണ്ട്. ഈ 2 ഫണ്ടുകളും ഒരേ നേച്ചറിലുള്ള ഫണ്ടുകളും ഒരേ ബെഞ്ച് മാർക്കിനെ ട്രാക്ക് ചെയ്യുന്ന ഫണ്ടുകളുമാണ്. ഒരു ഫണ്ട് ETF ആയിട്ടും അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടായിട്ടും മറ്റൊരു ഫണ്ട് ഇൻഡെക്സ് ഫണ്ടുമായിട്ടാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ETF അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിൽ നിങ്ങൾക്ക് നിക്ഷേപം നടത്തണമെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ്. ഇത് സാധാരണ കമ്പനികളുടെ ഷെയറുകൾ പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റ് ത്രൂ മാത്രം ട്രാൻസാക്ഷൻ നടത്താവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ETF എന്ന് പറയുന്നത്. ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അത് സാധാരണ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യുന്നത് പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യും. ഈ ഫണ്ടിൻ്റെ NFOയ്ക്ക് ശേഷം ETF സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുകയും നിങ്ങൾക്ക് യഥേഷ്ടം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് യൂണിറ്റുകൾ വിൽക്കുവാനും വാങ്ങുവാനായിട്ടും സാധിക്കും. ETFകളിൽ നിക്ഷേപം നടത്തുന്നതിന് നിങ്ങൾക്കൊരു ബ്രോക്കറേജ് അക്കൗണ്ടും അതോടൊപ്പം തന്നെ ഒരു ഡിമാറ്റ് അക്കൗണ്ടും ആവശ്യമാണ്. ഈ ഇൻഡെക്സ് ഫണ്ടും അതേപോലെ തന്നെ ETFും സെപ്റ്റംബർ 30 മുതൽ ഒക്ടോബർ 14 വരെയും സബ്സ്ക്രിപ്ഷന് ഓപ്പൺ ആണ്. ഇതിൽ മിനിമം നിങ്ങൾ നടത്തേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് 100 രൂപയാണ്. 100 രൂപയുടെ മേളിലേക്ക് നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തുവാനായിട്ട് സാധിക്കും. ICICI Prudential Nifty 200 വാല്യൂ 30 ഇൻഡെക്സ് ഫണ്ട്, അതേപോലെ തന്നെ വാല്യൂ 30 ETF ഫണ്ട്. ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത് സ്മാർട്ട് ബേറ്റ സ്ട്രാറ്റജിയുടെ ബേസിസിലാണ്. സാധാരണ സ്മാർട്ട് ബേറ്റ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഫണ്ടുകൾ ചില ഫാക്ടേഴ്സിൻ്റെ ബേസിസിലാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നത്. അത് വാല്യൂ ബേസ്ഡ് ആകാം. ഈ പർട്ടിക്കുലർ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് വാല്യൂ ഇൻവെസ്റ്റിംഗ് ആണ്. Nifty 200 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിൽ നിന്ന് 30 വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആ കമ്പനികളുടെ ഷെയറുകളിൽ മാത്രമാണ് ഈ ഫണ്ട് നിക്ഷേപം നടത്തുന്നത്. സാധാരണ വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ ഫണ്ട് മാനേജേഴ്സ് ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്ത്, അതായത് ആ കമ്പനിയുടെ ഇൻട്രൻസിക് വാല്യൂവിനേക്കാളും താഴ്ന്ന വിലയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്ത്, അതായത് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ഫ്യൂച്ചർ ഏണിംഗ് പൊട്ടൻഷ്യലിനെ മനസ്സിലാക്കി ഫ്യൂച്ചറിലേക്ക് നല്ല ലാഭം നേടിത്തരാവുന്ന അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസിൽ നല്ല അപ്രീസിയേഷൻ നേടിത്തരാവുന്ന സ്റ്റോക്കുകളെയാണ് സാധാരണയായിട്ട് വാല്യൂ ഇൻവെസ്റ്റിംഗ് മെത്തേഡിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നത്. അതേപോലെയുള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് പലപ്പോഴും ഫണ്ട് മാനേജേഴ്സ് യൂസ് ചെയ്യുന്ന ചില റേഷ്യോസുകളുണ്ട്. പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ, PE റേഷ്യോ, അതേപോലെ തന്നെ പ്രൈസ് ടു സെയിൽ, ഡിവിഡൻഡ് ഈൽഡ്, ഇതേപോലെ പല ഫിനാൻഷ്യൽ റേഷ്യോസും അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഫണ്ട് മാനേജേഴ്സ് ഇതേപോലെയുള്ള അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അതേപോലെയുള്ള സ്റ്റോക്കുകളിൽ നിക്ഷേപം നടത്തുന്നതും. സ്മാർട്ട് ബേറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ, അതായത് ഫാക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റിന് ഉപരിയായിട്ട് ഡിവിഡൻഡ് ഈൽഡ്, സൈസ് അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ബേസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, മൊമെൻറ്റം ഇൻവെസ്റ്റ്മെൻറ്റ്, അതേപോലെ തന്നെ ക്വാളിറ്റി സ്റ്റോക്കുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതേപോലെ പല മെത്തേഡുകൾ അല്ലെങ്കിൽ പല സ്ട്രാറ്റജികൾ യൂസ് ചെയ്തിട്ടാണ് ഈ സ്മാർട്ട് ബേറ്റ ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഈ സ്മാർട്ട് ബേറ്റ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഒട്ടനവധി ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഇൻഡെക്സുകളുണ്ട്. നിഫ്റ്റി ആൽഫ ലോ വോളറ്റിലിറ്റി 30, നിഫ്റ്റി ക്വാളിറ്റി ലോ വോളറ്റിലിറ്റി 30, നിഫ്റ്റി ആൽഫ 50, നിഫ്റ്റി 200 മൊമെൻറ്റം 30, നിഫ്റ്റി 50 വാല്യൂ 20, നിഫ്റ്റി 100 ആൽഫ 30,
നിഫ്റ്റി മിഡ് ക്യാപ് 150, ക്വാളിറ്റി 50, ഇങ്ങനെ ഒട്ടനവധി സ്മാർട്ട് ബേറ്റ ഇൻഡീസസ് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് 30 വാല്യൂ കമ്പനീസിലാണ്. വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. ICICI Prudential നിഫ്റ്റി 200 വാല്യൂ 30 ഇൻഡെക്സ് ഫണ്ടും അതേപോലെ തന്നെ ICICI Prudential നിഫ്റ്റി 200 വാല്യൂ 30 ETF-ഉം, ഈ രണ്ട് ഫണ്ടും ഒക്ടോബർ 14 വരെയും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. സ്മാർട്ട് ബേറ്റ ഇൻവെസ്റ്റിംഗ് എന്താണെന്നും അതിൽ ഫാക്ടർ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കി. എന്തൊക്കെ ഫാക്ടേഴ്സിൻ്റെ ബേസിസിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. അത് വാല്യൂ ആകാം, സൈസ് ആകാം, ലോ വോളറ്റിലിറ്റി ആകാം, മൊമെൻറ്റം ആകാം. പോർട്ട്ഫോളിയോ റിട്ടേൺസ് ഓപ്റ്റിമൈസ് ചെയ്യുന്നതും റിസ്ക് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നത് അത് അവർ റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ചില പ്രോസസ്സ് ഫോളോ ചെയ്തിട്ടാണ്. നിഫ്റ്റി 200 വാല്യൂ 30 ഇൻഡെക്സ് ഫണ്ടിൽ ടോപ്പ് 30 കമ്പനികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ചില ലിമിറ്റേഷൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ഈച്ച് സ്റ്റോക്ക് ഇൻ ദി ഇൻഡെക്സ് ഈസ് ക്യാപ്ഡ് അറ്റ് ദ ലോവർ ഓഫ് 5% ഓർ 5 ടൈംസ് ദ വെയ്റ്റ് ഓഫ് ദ സ്റ്റോക്ക് ഇൻ ദി ഇൻഡെക്സ്. സ്റ്റോക്ക് വെയ്റ്റിംഗ് മെക്കാനിസം അത് സാധാരണയായിട്ട് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ബേസിസിലാണ്. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 30 ഷെയറുകൾ അതിൻ്റെ പെർഫോമൻസിൻ്റെ ബേസിസിൽ സെമി ആനുവൽ ബേസിസിൽ ഇൻഡെക്സ് റീബാലൻസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഈ 30 സ്റ്റോക്ക് സെലക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കമ്പനികളുടെ വെയിറ്റേജ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ONGC 5.72, ഗ്രാസിം ഇൻഡസ്ട്രീസ് 5.33, NTPC 5.3%, ഭാരത് പെട്രോളിയം 5.21%, പവർ ഫൈനാൻസ് കോർപ്പറേഷൻ 5.1%, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 4.98%, പവർ ഗ്രിഡ് കോർപ്പറേഷൻ 4.97%, കോൾ ഇന്ത്യ 4.88%, വേദാന്ത 4.76%, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് 4.65%. ഈ പറയുന്ന കമ്പനികളെല്ലാം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കമ്പനികളാണ്. ഇവരുടെ സ്റ്റോക്ക് നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ എടുത്തു നോക്കിയാൽ ഇതിലൊരു 50% കമ്പനികളുടെ സ്റ്റോക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഇൻഡെക്സിൻ്റെ പെർഫോമൻസ് ആണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. അത് നിഫ്റ്റി 200 വാല്യൂ 30 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സും നിഫ്റ്റി 200 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയുന്നത് നിഫ്റ്റി 200 വാല്യൂ 30 TRI ഹാസ് ഔട്ട് പെർഫോംഡ് നിഫ്റ്റി 200 TRI 6 ടൈംസ് ഇൻ ലാസ്റ്റ് 10 ഇയേഴ്സ്. കഴിഞ്ഞ 10 വർഷത്തെ ഹിസ്റ്ററി എടുത്താൽ അതിൽ 6 വർഷവും നിഫ്റ്റി 200 വാല്യൂ 30 ഇൻഡെക്സ് നിഫ്റ്റി 200 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിനേക്കാളും കൂടുതൽ റിട്ടേൺസ് നേടിക്കൊടുത്തിട്ടുണ്ടെന്നാണ് ഈ ഗ്രാഫിൽ കാണിക്കുന്നത്. ഈ ചാർട്ടിൽ കാണിക്കുന്നത് ഇൻഡെക്സിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന റിട്ടേൺസ് ആണ്. കഴിഞ്ഞ ഒരു വർഷത്തിൽ നിഫ്റ്റി 200 വാല്യൂ 30 ഇൻഡെക്സ് 81%, എന്നാൽ നിഫ്റ്റി 200 ഇൻഡെക്സ് 38%-മാണ് റിട്ടേൺസ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിൽ നിഫ്റ്റി 200 വാല്യൂ 30 ഇൻഡെക്സ് 43%, നിഫ്റ്റി 200 ഇൻഡെക്സ് 17%-മാണ് റിട്ടേൺസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 15 വർഷത്തെ ഈ പെർഫോമൻസ് നമ്മളിവിടെ നോക്കുമ്പോൾ നിഫ്റ്റി 200 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിനേക്കാളും വളരെ അധികം കൂടുതൽ റിട്ടേൺസ് ആണ് നിഫ്റ്റി 200 വാല്യൂ 30 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ SIP റിട്ടേൺസ് നോക്കിയാൽ തന്നെയും നിഫ്റ്റി 200 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി 200 വാല്യൂ 30 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് കൂടുതൽ റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ഇതിൽ റിഡംഷൻ ഫീസ് അല്ലെങ്കിൽ എക്സിറ്റ് ലോഡ് നില്ലാണ്. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 100 രൂപയാണ്. ഇത് ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി 200 വാല്യൂ 30 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിനെയാണ്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഈ സ്മാർട്ട് ബേറ്റ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഫാക്ടർ ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഒട്ടനവധി ഫണ്ടുകൾ അവൈലബിൾ ആണ്. മ്യൂച്വൽ ഫണ്ടുകൾ ദിനം പ്രതി പല പേരുകളിലും പല കാറ്റഗറിയിലുള്ള ഫണ്ടുകളും ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ഇതേപോലെയുള്ള സ്കീമുകൾ അദ്ദേഹത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കീമാണോ, അദ്ദേഹത്തിൻ്റെ റിസ്ക് പ്രൊഫൈലിന് മാച്ച് ചെയ്യുന്ന സ്കീമുകളാണോ എന്നുള്ള കാര്യങ്ങൾ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തണം. ഈ ഫണ്ടിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന 30 കമ്പനികളുടെ ഷെയറുകളും നിങ്ങൾ മറ്റുള്ള സ്കീമുകളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പോർട്ട്ഫോളിയോയുടെ അണ്ടർലൈയിങ് അസറ്റ്സ് ആയിട്ടും ഈ കമ്പനികളുടെ ഷെയറുകൾ ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ ഈ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് കാരണം 200 ഷെയറുകളിൽ നിന്ന്
ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന 30 കമ്പനികളുടെ ഷെയറുകളിലാണ് നിക്ഷേപം നടത്തുന്നത്. ഇത് ICICI Prudential Nifty 200 വാല്യൂ 30 എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിലോ ICICI Prudential Nifty 200 വാല്യൂ 30 ഇൻഡെക്സ് ഫണ്ടിലോ നിക്ഷേപം നടത്തുന്നതിനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.